ഈവനിങ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് കാണിക്കുന്നതെങ്കിലും നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നതായിട്ടാണ്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് ഫേസ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. സോ അത്രയധികമായിട്ടൊരു അട്രാക്ഷൻ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് പോലും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉടൻ തന്നെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാധ്യത ഈ റീഡിങ്ങിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ, അതായത് ഈ സെപ്പറേഷൻ വന്ന് കുറച്ച് നാളായിട്ടുണ്ടാവാം. സോ ഇതിനോടകം തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹീൽ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും സാധിക്കാണ്ട് വരുന്നുണ്ടായിരിക്കും. ഈ ഒരു സെപ്പറേഷൻ ഒന്നും അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കാം. അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ലൈഫ് ലെസൺസും ഹാർട്ട് ലെസൺസ് ഒക്കെ ലൈഫിൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എഫേർട്ട് ഇട്ട് തന്നെ ഇനി എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് അഡിക്റ്റഡ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രണയത്തിൽ എത്രത്തോളം അവർ അഡിക്റ്റഡ് ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു എന്ത് റീസൺ കൊണ്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നത്. ഇപ്പോൾ കുറെ പേർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തെങ്കിലും പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടാണ്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വാശി കാണിച്ചിരിക്കുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് ഒരു മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നതുകൊണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രണയത്തിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും തന്നെ ഇവർക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻ കേസ് അതിപ്പോൾ കുറേ നാളായിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെ വരിക, ഒരു കാര്യവും 100% ഡെഡിക്കേഷൻ കൊടുത്ത് ചെയ്യേണ്ട ഓരോ കാര്യത്തിലും ഒന്നും തന്നെ പോസിബിൾ ആവാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളിലേക്ക് അവർ തിരികെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏത് രീതിയിൽ ഏത് കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്നാലും നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ നിറയെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഏത് വിധേനയും അവർ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ യു ആർ വർത്തി ഓഫ് ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു കാർഡ് അടച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു, അതായത് നിങ്ങൾ അവരുടെ പ്രണയത്തിന് അർഹനാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഏതൊരു സാഹചര്യത്തിലാണോ അവർ മാറി നിന്നത്, ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കാം. അത്രയധികം അവരുടെ പ്രണയത്തെ ഒരുപാട് വാല്യുബിൾ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ പ്രണയത്തിന് അർഹനാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യു ആർ വർത്തി ഓഫ് ലവ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തന്നെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്. ഈ സമയത്ത് പോലും അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അത്രയധികം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അഡിക്ഷൻ ഉണ്ട്. ഫിസിക്കലി അട്രാക്ഷൻ ആയിക്കോട്ടെ, സ്പിരിച്വൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, ഒക്കെ തന്നെ നിങ്ങളോട് അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളൊരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഓവറോൾ എനർജി കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് ഹിഡൻ ആയിട്ട് തന്നെ, നിങ്ങൾ ഒരുപാട് സൈലൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്ന സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരോടും നിങ്ങളുടെ വിഷമങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ട് തന്നെ നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾ ഒരുപാട് ഹിഡൻ ആയിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിനൊക്കെ തന്നെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വീണ്ടും ക്ലാരിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീപ്പ് കണ്ടംപ്ലേഷൻ ആൻഡ് ഗോ ഔട്ട്സൈഡ് എന്നുള്ള 2 കാർഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളോട് ഭയങ്കര ഡീപ്പായിട്ട് തന്നെയുള്ള ഒരു ഇമോഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഭയങ്കര തോട്ട്സ്, നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ഒക്കെ ഒരുപാട് അധികമായിട്ട് അവരുടെ മനസ്സിലിപ്പോൾ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഗോ ഔട്ട്സൈഡ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിക്കാണ്ടിരിക്കുക. തന്നെയല്ല, നിങ്ങൾ കുറേ പേരെങ്കിലും പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ട്. അതായത് നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെമ്മറീസ് ഓർത്തെടുക്കുമ്പോൾ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും
ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഒക്കെ തന്നെ നിങ്ങൾ ഓർത്തോർത്ത് വീണ്ടും വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് നടന്നിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക, സങ്കടപ്പെടുക, അങ്ങനെ നിങ്ങൾ കരയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ ആകാണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അത് വിഷമം തരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർക്കാണ്ടിരിക്കുക. അങ്ങനെ അവിടെ ക്ലിങ് ചെയ്ത് കിടക്കാണ്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ള രീതിയിലൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഗോ ഔട്ട്സൈഡ് എന്നുള്ളൊരു കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ അത്തരം ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കാണ്ട് നിങ്ങളൊരു ഈ ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് എൻഗേജ്ഡ് ആവേണ്ട ഒരു സമയമായിരിക്കാം. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഒന്നിലും സന്തോഷം കണ്ടെത്താണ്ട് നിങ്ങളായിട്ട് തന്നെ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട, അതായത് എൻഗേജ്ഡ് ആവേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ചുറ്റിനും വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്താൽ കൂടിയും നല്ല നല്ല മൊമെന്റ്സ് ഒന്നും തന്നെ ഓർക്കാണ്ട് നിങ്ങൾ ആ ഒരു വിഷമങ്ങൾ തന്നെ വീണ്ടും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ആവാണ്ടിരിക്കുക. ഓക്കെ, ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നുള്ളതാണ്. പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് ബിഗിൻ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വ്യക്തി തിരികെ വരുമ്പോൾ ഒരുപാട് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും വരുന്നത്. സോ അങ്ങനെ അത് ഒരു പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല മറ്റൊരു മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അതാണ് കൂടുതലും കാർഡ്സിലൂടെ പറയുകയാണെങ്കിൽ ഗോഡ് സൈഡ് എന്നുള്ള ഒരു കാർഡിന്റെ എനർജിയും അങ്ങനെ ആയിരുന്നു. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓർത്ത് വീണ്ടും ഒരു നെഗറ്റീവ് എനർജി വരുത്താണ്ടിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജീസ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്നുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് എൻഡ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പല രീതിയിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു മാറ്റം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻ ആകാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ തന്നെയും എൻഡ് ആവാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു, ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർഗീവ് മീ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഭയമുണ്ട് എന്നാണ് പറയണത്. എന്താണ്, നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടിട്ട് അവരായിരിക്കണം ചിലപ്പോൾ മാറി നിന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നു പോയത് മേ ബി അവരുടെ ഭാഗത്ത് ഉണ്ടായ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയം ഉള്ളത് പോലെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാം മറക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഭയം പോലെ ഉള്ളതായിട്ട് ഒരു എനർജിയാണ് ഇവിടെ ആ ഒരു മെസ്സേജിന്റെ എനർജി പറയാൻ സാധിക്കുന്നത്.